ബംഗളൂരു എഫ് സിയുടെ താരമായിട്ടുള്ള റോഷൻ സിംഗ് മിക്കവാറും ബംഗളൂരു എഫ് സി വിടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ശക്തമായിട്ടുള്ള തരത്തിൽ റിപ്പോർട്ട്സ് ഒക്കെ വന്നതാണ് റിലയബിൾ സൈറ്റ്സിൽ നിന്ന് പോലും. അദ്ദേഹം വലിയൊരു എമൗണ്ട് ഏതാണ്ട് 3 കോടിക്ക് അടുത്തൊക്കെ ആണ് ആവശ്യപ്പെടുന്നത് ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷന് വേണ്ടി എന്നുള്ളതും വന്നൊരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒഫീഷ്യലി തന്നെ വരുന്നു, റോഷൻ സിംഗ് ബംഗളൂരു എഫ് സിയിൽ തുടരും. 2029 വരെയുള്ള ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് ഈ സീസണിൽ നടത്തിയിട്ടുള്ള ഒരു താരമാണ് റോഷൻ സിംഗ്. അദ്ദേഹം ഒരു പ്രോപ്പർ ലെഫ്റ്റ് ബാക്കാണ്, പക്ഷേ അദ്ദേഹത്തിന് ഒരു റൈറ്റ് ബാക്കിലും കളിക്കാൻ പറ്റും, 2 ഫീറ്റ് കൊണ്ട് കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ്. അതുപോലെ വേണമെങ്കിൽ ഒരു വിങ്ങർ റോളിൽ കളിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു വേഴ്സറ്റാലിറ്റി അദ്ദേഹത്തെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ റോഷൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെടുന്നത് എനിക്ക് പറയേണ്ടതുണ്ട്. അതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ കൂടി റോഷൻ്റേത് പറയാം. കാരണം അദ്ദേഹം ISL 91 മത്സരങ്ങളാണ് കളിച്ചത്. അതിൽ 2 ഗോളും 14 അസിസ്റ്റുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചത്. പറഞ്ഞില്ല, ഈ സീസണിൽ അദ്ദേഹം മികച്ച പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. 1 ഗോളും 3 അസിസ്റ്റുമാണ്. പക്ഷേ പെർഫോമൻസ് വൈസ് ഇപ്പം സ്റ്റാറ്റിന് അപ്പുറത്തേക്ക് നമുക്ക് അദ്ദേഹത്തെ വെക്കാമെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഇദ്ദേഹം ഒരു നാഷണൽ ടീമിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് ബംഗളൂരു എഫ് സിയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ക്ലബ്ബിൽ നിന്ന് പോകും. പ്രത്യേകിച്ച് കൊൽക്കത്തൻ ക്ലബ്സാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പം 3 കോടി എന്നൊക്കെ പറയുന്നത് അവർക്ക് മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിൽ PFC പോകാനുള്ള സാധ്യതകൾ തന്നെയായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എന്നിട്ടും ബംഗളൂരു എഫ് സിക്ക് ഈ ഒരു താരത്തെ അവിടെ നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ബംഗളൂരു എഫ് സിയുടെ ചരിത്രം നോക്കുമ്പോൾ, ഇപ്പോൾ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യമൊക്കെ നോക്കുന്ന സമയത്ത് വളരെ ചുരുക്കം പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ ക്ലബ്ബ് വിട്ട് മറ്റൊരു ക്ലബ്ബിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ ചുരുക്കം ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ മറ്റ് ചില ക്ലബ്ബുകൾ, ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് പോലത്തെ ഒരു ക്ലബ്ബ് സ്ഥിരം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. എല്ലാ വർഷവും ഒരു സ്റ്റാർട്ടിംഗ് 11 പ്ലെയർ പോകുമെന്ന് പറയുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ബംഗളൂരു എഫ് സി എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ നിലനിർത്തിയെന്നുള്ളത്. എന്താണെങ്കിലും കൊൽക്കത്തൻ ക്ലബ്സിൻ്റെ ആ ഒരു ലെവലിലുള്ള സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പം അദ്ദേഹത്തെ ഏത് തരത്തിലായിരിക്കും കൺവിൻസ് ചെയ്യിച്ചിട്ടുണ്ടാകുക? ചിലപ്പം ഇപ്പോൾ ഈ ലോങ് ടൈം പ്രോജക്റ്റിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ വല്ല ബോണസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൺവിൻസ് ചെയ്യിച്ചിട്ടുണ്ടാകുക. അല്ലെങ്കിൽ ബംഗളൂരു എഫ് സിയുടെ ഒരു വിഷണറി പ്രോജക്റ്റ് മുൻനിർത്തിയിട്ടായിരിക്കും കൺവിൻസ് ചെയ്തിട്ടുണ്ടാകുക. അല്ലെങ്കിൽ ട്രോഫീസ് കാണിച്ചിട്ടായിരിക്കും കൺവിൻസ് ചെയ്തിട്ടുണ്ടാകുക. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പലരും പറയുന്ന കേട്ട കാര്യമാണ്, ആ പ്ലെയറിന് താല്പര്യമില്ല, അതുകൊണ്ട് പോയി. എന്തുകൊണ്ട് താല്പര്യമില്ല? ഒന്നുകിൽ പണം കൊടുക്കണം, അപ്പോൾ അത് കൊടുക്കാൻ താല്പര്യമില്ല. രണ്ടാമത്തത് എന്തെങ്കിലും ഒരു വിഷണറി ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടാകണം, അതില്ല. അല്ലെങ്കിൽ ട്രോഫി വേണം, ഇതില്ല. അപ്പോൾ ഏത് തരത്തിലാണ് ഒരു പ്ലെയർ നിൽക്കേണ്ടത്? അപ്പം ഒരു പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുമ്പോഴത്തേക്കും ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരൊക്കെ തന്നെ അവരുടെ കമന്റ് ബോക്സിൽ പോയി തെറിവിളിയും കളിയാക്കലും ഒക്കെ നടത്തുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ഈ ക്ലബിൻ്റെ അവസ്ഥ കൂടി നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ റോഷൻ സിംഗിൻ്റെ ഈ ഒരു കാര്യം എന്താണേലും പോകുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്ന് ബംഗളൂരു എഫ് സിക്ക് ഈ ഒരു താരത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞൊരു സാഹചര്യത്തിൽ ഈ കാര്യം കൂടി ഒന്ന് പറയാതെ ഈ ഒരു വീഡിയോ പൂർണ്ണമാകില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്തത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ഈ ഒരു വിഷയത്തിൽ? തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ. കണക്ഷൻ സനിയ.